അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. വഅതൈനാ ഈസ ഇബ്ന മർയമൽ ബയ്യിനാത്ത്, ആ ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈസാ അലൈഹിസ്സലാം ആ ഒരു അമാനുഷിക തെളിവുകൾ ജന്മസമയത്തെ പറഞ്ഞു തുടങ്ങി എന്ന് സൂറത്ത് മറിയമിലെ ആയത്തെടുത്തുകൊണ്ടാണ് വിശദീകരിക്കുന്നത്. മറിയം ബീവി തൻ്റെ കുഞ്ഞിലേക്ക് കൈകൊണ്ട് ഇശാറത്ത് ചെയ്തു, എന്നെ നിങ്ങൾ ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ പരിഹസിക്കുകയോ അവമതിക്കുകയോ ചെയ്യേണ്ടതില്ല. നിജസ്ഥിതി അറിയാൻ ആ നവജാത ശിശുവിനോട് ചോദിച്ചാൽ മതിയെന്ന് അറിയിച്ച സമയത്ത് ആളുകൾ കളിയാക്കുകയും തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് സംസാരിക്കാനാണോ നീ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്ന് ചാടിക്കയറി കുതിര കയറി പറയുകയും ചെയ്തപ്പോൾ വളരെ സ്ഫുടമായി തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഈ ചോര പൈതൽ സംസാരിച്ചു എന്ന് സൂറത്ത് മറിയമിൽ അല്ലാഹു പറയുകയാണ്. ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ, ആ ഭാഗമാണ് ഇന്നലെ പറഞ്ഞത്. 3 കാര്യം അവിടെ, ഇനി 7 കാര്യം കൂടിയുണ്ട്. ഈസാ അലൈഹി സ്വലാം ആ സമയത്ത് തന്നെ പറഞ്ഞ 7 കാര്യവും കൂടിയുണ്ട് അതിന്റെ തൊട്ടടുത്ത്. വജഅലനി മുബാറക്കൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. വജഅലനി മുബാറക്കൻ, അത് പറയുന്ന വജഅലനി മുബാറക്കൻ, അള്ളാഹു എന്നെ നബിയാക്കിയിരിക്കുന്നു, എന്നെ മുബാറക്കും ആക്കിയിരിക്കുന്നു. നമ്മൾ സാധാരണ പറയലുണ്ട് അയാളൊരു മുബാറക്കായ മനുഷ്യനാണ്. അത് സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കാണ്, അയാളൊരു മുബാറക്കായ ഒരു മനുഷ്യനാണ്. എന്താണ് അങ്ങനെ മുബാറക്ക് എന്ന് പറയാൻ കാരണം? മുബാറക്ക് എന്ന് പറഞ്ഞ ഭാഷയിൽ സബാത്ത് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്, തകരാതെ ഒടിയാതെ മറിയാതെ തിരിയാതെ തളരാതെ സുസ്ഥിരമായി നിൽക്കുന്നതിനാണ് ഭാഷയിൽ സബാത്ത് എന്നൊക്കെ പറയാം. അപ്പൊ എന്നെ മുബാറക്കായി അള്ളാഹു മാറ്റി എന്ന് പറഞ്ഞാൽ ഏത് കോളിളക്കം വന്നാലും, എന്ത് പ്രതിസന്ധി, പ്രകോപനങ്ങൾ, പ്രതിഷേധങ്ങൾ, പീഡനങ്ങൾ, യാതനകൾ, എന്ത് പ്രയാസത്തിന്റെ തീച്ചോളയിൽ ഞാൻ പെട്ടാലും ദീൻ ഇസ്ലാം ഒഴിവാക്കുന്നുള്ള പരിപാടി എനിക്കില്ല. എൻ്റെ ഹൃദയം ഒരിക്കലും അതിൽ നിന്ന് അടരുകയില്ല. അങ്ങനത്തെ ഒരു ആന്തരിക കെൽപ്പ് അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. അതാണ് അവിടെ മുബാറക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നമാ എന്നുള്ള അർത്ഥമുണ്ട്, വർധനവ്. അപ്പൊ എന്റെ കാര്യം നാൾക്ക് നാൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്റെ തെളിവുകൾ എല്ലാവരുടെയും മേലെയാവും. അത് അമ്പിയാക്കളുടെ ഒക്കെ സ്വഭാവമാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു പറഞ്ഞത് എന്താണ്? ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, നിങ്ങൾക്ക് ദുന്യാവിനേക്കാൾ ആഖിറാണ് ഖൈർ എന്നുള്ള തഫ്സീർ അതിനുണ്ട്. അതിന് പുറമൊരു വേറെ ഒരുപാട് തഫ്സീറുകളുണ്ട്. അതിൽ കൂട്ടത്തിൽ ഒന്നാണ് പിന്നീട് വരുന്ന സമയങ്ങൾ കഴിഞ്ഞു പോയ സമയത്തിനേക്കാൾ നിങ്ങൾക്ക് വലുതായിരിക്കുന്നു. ഓരോ മിനിറ്റുകളും സെക്കൻഡുകളും ദിവസങ്ങളും അവർ ഉയർന്ന ദറജയിലേക്ക് പോയിക്കൊണ്ടിരിക്കല്ലേ. ഈസാ അലൈഹി സ്വലാം അത് തന്നെയാണ് ഈ പറഞ്ഞത്. എനിക്ക് ദീൻ ഇസ്ലാമിൽ എന്ത് പ്രയാസങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രതിസന്ധികൾ വന്നാലും ആ മർദ്ദന, ദണ്ഡന, പീഡനങ്ങൾക്കിടയിലും കൽബ് പതറാതെ നിൽക്കാനുള്ള ഒരു ആന്തരിക ഹെൽത്ത് എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ അതില്ലാത്തതാണ് പ്രശ്നം. അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ആന്തരികമായ ഗുണങ്ങൾ ഉണ്ടാവണം അമ്പിയാക്കളെ. അതിലൊന്നിതാണ്. പിന്നെ വളരെ പ്രധാനമായിട്ട് നമ്മൾ ചേർത്ത് വെക്കേണ്ടതും പഠിക്കേണ്ടതുമായ മറ്റൊരു അർത്ഥം ഇതിനുണ്ട്. ഓ ജാലനി മുബാറക്കൻ, എന്നെ ജാലനി മുഅല്ലിമൻ ലിൽ ഖൈർ, ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനാക്കിയെന്ന്. ലോകത്ത് മുഅല്ലിമീങ്ങൾ മുബാറക്കായ ആളുകളാണ്. കാരണം ലൗലൽ ഉലമാഉ ലകാന നാസു കൽ ബഹായിം എന്നാണ്. അധ്യാപകന്മാർ, മുഅല്ലിമീങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യരെല്ലാം മൃഗസമാനായിരുന്നു. വേറെ എവിടുന്ന ദീന് പഠിക്കുക? സ്കൂളിൽ നിന്ന് പഠിക്കാൻ കഴിയോ? കോളേജിൽ നിന്ന് പഠിക്കാൻ കഴിയും? പഠിക്കണ്ടെന്നല്ല, മനുഷ്യനെ മനുഷ്യനാക്കുന്ന എന്തെങ്കിലും ഒന്ന് സ്കൂളിലുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അതിന് താഴ്ത്തിയെന്ന് പറയരുതേ, സ്കൂളും കോളേജൊക്കെ പഠിച്ചോളി. പക്ഷെ മനുഷ്യനായി ജീവിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് അവിടുന്ന് കിട്ടുമോ? മാനവിക മൂല്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് സ്കൂളിൽ നിന്ന് കിട്ടുമോ?
കിട്ടണമെങ്കിൽ എന്താ ഉള്ളത് ഒന്ന് കാരണം അതിന്റെ വിഷയമല്ല, ശാസ്ത്രീയ വിഷയമല്ല അത്. ശാസ്ത്ര പഠനത്തിൽ മാനവിക മൂല്യങ്ങൾക്ക് ഉതകുന്ന ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ കുറവല്ല. അത് അതിന്റെ ഫീൽഡല്ല. ചക്കന്റെ വിറ്റാമിൻ, മാങ്ങന്റെ വിറ്റാമിൻ ഇതൊക്കെ പഠിപ്പിക്കും, കാരണം ശാസ്ത്രത. പക്ഷെ അത് അയൽവാസി കൊടുക്കണം എന്ന് ഏതെങ്കിലും സ്കൂൾ പഠിപ്പിക്കലുണ്ടോ? മാനവിക മൂല്യങ്ങളില്ല. മാതാവിനെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കണ്ടോ? പിതാവ് ആരാന്ന് പഠിപ്പിക്കുന്നുണ്ടോ? അയൽവാസി പട്ടിണിക്കുമ്പോ ഭക്ഷണം ആണ്ട് കൊടുക്കണം എന്ന് പഠിപ്പിക്കലുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ നിമിഷപ്രിയ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉസ്താദ്മാരല്ലേ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? ആ സ്കൂളിൽ നിന്ന് പഠിച്ചതാ? അങ്ങനെ ആരെങ്കിലും ജയിലിൽ കുടുങ്ങിയാൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണമെന്ന് സ്കൂളിലുണ്ടോ? ഇല്ല. അതിന്റെ ഫീൽഡല്ല. ഒരു മനുഷ്യന് മുബാറക്കാവണമെങ്കിൽ ശാസ്ത്രം പഠിച്ചാൽ പോരാ. അത് പഠിച്ച് വളർന്നാൽ ഇപ്പൊ കൂടുതൽ ആത്മഹത്യയുണ്ട് ശാസ്ത്രം പഠിച്ച കുട്ടികൾ. കാരണം എന്താണ്? ഏത് നേരമ്പനും ബ്ലേഡ് വെച്ചാലാണ് പെട്ടെന്ന് മരിക്കാന്ന് എല്ലാവർക്കും അറിയാം. അതിനൊക്കെ പഠിച്ചിരിക്കണം. അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ ആത്മഹത്യ കൂടുന്നുണ്ട് ഡിഗ്രി കുട്ടികളുടെ ഇടയിൽ. കാരണം ഇത് ഇവിടെ നിന്നാണ്ടാക്കി അപ്പം മരിക്കുന്ന പഠിച്ചിരിക്കണം. അതൊക്കെ പഠിച്ചിരിക്കണം. അതുകൊണ്ട് മുബാറക്കായ ആളായി മാറണമെങ്കിൽ ജഅലനീ മുഅല്ലിമൽ ഖൈരി. അതുകൊണ്ടാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം പറഞ്ഞത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ ഖുർആൻ പഠിച്ചവരും അത് പഠിപ്പിക്കുന്നവരുമാണ്. അതാണ് നിങ്ങളെ ഏറ്റവും വലിയ ആളുകൾ ആരാണ്? ഖുർആൻ പഠിച്ചവരും അത് പഠിപ്പിക്കുന്നവരുമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതൊരു പഠനമാണ്. മാത്രമല്ല മുബാറക്കൻ മുത്തഅല്ലിമോ, ഈസാ അലൈഹി സ്വലാം മുത്തഅല്ലിമോ ആയിരുന്നു. ഉമ്മ പള്ളിക്കൂടത്തെ കൊണ്ടുപോയി ചേർത്തിരുന്നു ഈസാ അലൈഹി സ്വലാമിനെ കൊച്ചുകാലത്ത്. മുത്തഅല്ലിമായ ഈസാ അലൈഹി സ്വലാമിനെ ആദ്യം പഠിപ്പിച്ച എന്താ അറിയങ്ങള് അറിയോ? അബുജദ്. എന്റെ ഉസ്താദ് ഉണ്ട് 500ഓളം കിതാബുകൾ എഴുതിയ മഹാന. 500 കിതാബ് കേരളത്തിന്റെ ചരിത്രത്തിൽ അവരല്ലാതെ ഒരാൾ എഴുതിയത് എനിക്കറിയില്ല. ഇവിടെ വന്നിരുന്നല്ലോ ദർസുൽഖാനത്തിന്. 500 കിതാബ് എഴുതിയ ആളാണ്. പക്ഷെ എന്താ, പൊതുവായിട്ടുള്ള സാഹസിലോ ഈ സംഘടനകളുടെ ജ്വരത്തിലൊന്നും ഉണ്ടാവില്ല. ദർസ് കിതാബ് എഴുത്ത് ഒതുങ്ങിക്കൂടാ. സ്റ്റേജിലും വേദിയിലും പേജിലൊന്നും അങ്ങനെ കാണൂല. ഞാൻ വിളിച്ചിട്ട് അന്നാള് വന്നത്, അങ്ങനെ പുറത്തിറങ്ങുന്ന ആളല്ല. 500 കിതാബുകൾ. അപ്പൊ അതിന്റെ പേര് അബ്ജദ് എന്നാണ്. അബുജദ്. റാസി ഇമാം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തണു, ഈസാ അലൈഹി സ്വലാമിന് അധ്യാപകൻ ആദ്യം പഠിപ്പിച്ചത് അബുജദ്. അലിഫ് ആല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്നതിലേക്ക് സൂചന. ഇതാണ് ആദ്യമായി ഈസാ അലൈഹി സ്വലാമിന് മുഅല്ലിം പഠിപ്പിച്ചത് എന്ന് റാസി ഇമാം ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈസാ അലൈഹി സ്വലാം മുഅല്ലിമുമാണ് മുതഅല്ലിമുമാണ്. ഇവ രണ്ടുപേരുമാണ് ഭൂമിയിൽ മുബാറക്കായ ആളുകൾ. നിങ്ങളൊക്കെ ഇപ്പൊ ഒരർത്ഥത്തിൽ മുതഅല്ലിമീങ്ങളാണ്. രാവിലെ തന്നെ സുബഹിസ്കരിച്ചിട്ട് ഇവിടെ ഇരിക്കല്ലേ? ഇൽമ തേടിയിട്ടല്ലേ ഇരിക്കുന്നത്? വിദ്യാർത്ഥി എന്നുള്ളതിനാ മുതഅല്ലിമിന് ഒരർത്ഥം. മുതഅല്ലിം എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഗ്രാമർ നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രയാസങ്ങളാണ്. തഅല്ലും എന്ന് പറഞ്ഞാൽ തഫഅുല് വാസാണ്. തഫഅുല് ബാബ്. അവിടുന്ന് വരുന്നതാണ്. ഈ തഫഅുൽ ബാബിന് പ്രത്യേകത ഉണ്ട്. കഠിന അധ്വാനത്തോടു കൂടി മെനക്കെട്ട് ആവർത്തിച്ച് പഠിക്കണമെന്നാണ്. അങ്ങനെ ആകുമ്പോ സത്യത്തിൽ ഇപ്പൊ അവിടെ ഇരിക്കണവരും ആരാവൂല. അങ്ങനെ നോക്കണേ അവിടെ ഇരിക്കണേലും മുത്താലിമ്യങ്ങൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമ്മളൊരു അർത്ഥം വെക്ക, വിദ്യാർത്ഥി. അത് നല്ലതാണ്. ഞാന് ദർസിൽ പഠിക്കുന്ന കാലത്ത് 80 വയസ്സിന്റെ അടുത്തുള്ള ഒരാള് ചേളാരിന്ന് ഒരു ബുഖാരിയൊക്കെ അങ്ങനെ പിടിച്ചുകൊണ്ട് വരും. നല്ലൊരു മനുഷ്യനായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. വലിയ മൂല്യരാണ്. നരച്ച നീണ്ട താടി, നെഞ്ചിന് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടാവും. വെളുത്ത തുടിപ്പുള്ള മുഖം, പ്രൗഢിയുള്ള തലയെക്കെട്ട്. അപ്പൊ ആദ്യം തന്നെ ഉണ്ട് ഈ ബുഖാരി എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മൂല്യര് നടന്നു വന്നിട്ട് നമ്മളെ അടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ദർസിലിരിക്കുക. ഇതൊക്കെ തിരുനാള വലിയ ആലിമാണ്. പിന്നെന്താ, മരിക്കോളം മുത്താലിമായിട്ട് ജീവിക്കാനുള്ള ഒരു ആഗ്രഹമാണ്. മുബാറക്ക് അല്ലെ, മുത്താലിമായിട്ട് ജീവിക്കാറ്.
കിതാബ് കിട്ടുമല്ലേ എന്നുള്ള വേറെ കാര്യം, സാസിൽ ഇരിക്കുക എന്നുള്ള, എന്നിട്ട് മുത്താലിമിന്റെ ഒരു പവർ ഇട്ട്. അത്തിപ്പറ്റ ഉസ്താദ് അത്തിപ്പറ്റ ദർസില് രോഗമായിട്ട് വീട്ടില് എണീച്ച് പോകാൻ കഴിയാതെ തളർന്ന് കിടക്കുന്നത് വരെ ദർസ് കുട്ടികളുടെ അടിയിൽ പോയിരിക്കും കിതാബ് എടുത്തിട്ട്. കാരണം എന്താ? മുത്താലിമാവാനുള്ള ആഗ്രഹം. തേനമൂലിയർ എന്നിട്ടൊരു മഹാണ്ടായിരുന്നു, ബാവുദ്ദീൻ നദുവിന്റെ ഒക്കെ വല്ലിപ്പ. അവര് കിതാബ് എടുത്തിട്ട് ദൂരേക്ക് പോകും, എന്നിട്ട് ഏതെങ്കിലും പള്ളിയർസിൽ മുത്താലിമ അടിയിൽ പോയിരിക്കും. കാരണം മുത്താലിമാവെന്നുള്ള വലിയ പവറല്ലേ, മുത്താലിമായി ജീവിക്കുക എന്നുള്ള വലിയ പവറാണ്. അള്ളാഹു നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. വജഅലനി മുബാറക്കാ, മുബാറക്കാവുക, ഐ ജഅലനി മുഅല്ലിമൻ ലിൽ ഖൈർ, എനിക്ക് ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളായി എന്നെ അള്ളാഹു തആല ആക്കിയിട്ടുണ്ട്. നമ്മളെ കുട്ടികളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാള് അള്ളാഹിന്റെ ദീന് ജനങ്ങൾക്ക് ദഅവത്ത് ചെയ്യുന്ന അവസ്ഥയിലുണ്ടെങ്കിൽ അക്കുട്ടിയാണ് മുബാറക്കായ കുട്ടി. ഇനി ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും പോലീസ് ആണെങ്കിലും മന്ത്രി ആണെങ്കിലും ഒക്കെ അതിന്റെ താഴെയാണ്. ഈ കുട്ടീന്റെ മേലെ ആരുമില്ല. ഖുർആന്റെ വീക്ഷണത്തിൽ നാട്ടുകാരെ വട്ടത്തിലല്ല കേട്ടോ. നാട്ടുകാരെ വട്ടത്തിൽ ഇപ്പൊ 3-4 കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി മുത്താലിമാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കുട്ടികളാ? 4 കുട്ടികൾ. എന്താ പരിപാടി? ഒന്നും ഡോക്ടറാണ്, എഞ്ചിനീയറാണ്. ചെന്ന് ഒന്നിനും പറ്റില്ല, പള്ളിയർസൊക്കെ ഉണ്ടാക്കി. ഒന്നിനും പറ്റാഞ്ഞാൽ ഇങ്ങോട്ട് പറ്റണേനൊക്കെ വേറെ ഇട്ടു. അല്ലാത്തതുകൊണ്ട് ഇട്ടാ അൽഹംദുലില്ലാ കുട്ടികളൊക്കെ പള്ളിയർസിൽ കൊണ്ട് ചേർക്കുന്ന കൊടുന്ന് ഇരുത്തണ വാപ്പാരുണ്ട്. അള്ളാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. പറ്റാത്തോണ്ടല്ല, ഒരു കുട്ടി മൂലാരായി കിട്ടണം എന്നുള്ളവർക്ക് അങ്ങനെയാണ്. എന്റെ വാപ്പൊക്കെ എപ്പോഴും എന്നോട് പറയും, SLC പഠിക്കുമ്പോ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോ വാപ്പ ചോദിക്കല് ഇൽമിന്റെ കാര്യങ്ങളാണ്. ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ വിളിച്ചു ചോദിച്ചത്, വാപ്പ ഒരിച്ചാൽ കബറും വന്നിട്ടും മോനെങ്ങനെ ദ്വാരക്ക അറിയാവുന്ന, നാളെ പരീക്ഷയാണ്. അതൊക്കെ തന്നെയല്ലേ നമ്മൾ യൂണിഫോമിൽ വരാൻ കാരണം. വേറെന്താ? ഒരു കുട്ടിയെ ദീന് പറയാൻ കെൽപ്പുള്ള ആളായിട്ട് ഒരു കുടുംബത്തിൽ ഉണ്ടാക്കിയാൽ ആ കുടുംബം ബർക്കത്തുള്ള കുടുംബം. ഒറ്റ കുട്ടിനെ പഠിക്കുന്ന കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുട്ടികൾക്ക് മടിയൊക്കെ ഉണ്ടാവും. ഹംദാലില് ഒരുപാട് കേരളത്തിലെ പ്രഗത്ഭരായ പ്രഭാഷകന്മാരൊക്കെ അണിനിരന്ന വലിയ ക്യാമ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഈ വിനീതിന് പോയിരുന്നല്ലോ, നിങ്ങൾ അറിഞ്ഞല്ലോ. അതിൽ പ്രഗത്ഭരായ പല പ്രഭാഷകന്മാരും അനുഭവങ്ങൾ പറയാണ്. എത്ര പ്രാവശ്യമാണ് ഈ പള്ളി ദർശനം ചാടിപ്പോയത്, എത്ര പ്രാവശ്യമാണ് കോളേജിൽ നിന്ന് മുങ്ങിയത്, ഇതിൽ നിന്നൊന്നും ഒഴിവായി കിട്ടാൻ ഇടങ്കറുണ്ട്. പക്ഷെ എന്നിട്ട് കരയെല്ലാരും അപ്പോഴും ബാപ്പാരെ പിടിച്ചിട്ട് തിരിച്ച് കൊടുന്നാക്കിയിട്ടല്ലേ നമ്മൾ ഇങ്ങനായി തീർന്നത്. അത് പഠിക്കണ കാലത്തുണ്ടാവും, സാരില്ല. പിടിച്ചു നിന്ന് പോയാൽ, ഞാനും ചാടി പോയാളാണ് പൊതുനാളത്ത്. ഞാൻ റബീഉൽ വേണ്ട ഇനിയിപ്പോ വരും, ചിലപ്പോ എന്താവും ആട്ടകള്ള. അത് ശരി, എന്നിട്ടപ്പൊ ഞങ്ങളെങ്ങനെ ഭരിക്കണേ എന്നൊക്കെ അവരും പോയാൽ ബുദ്ധിമുട്ടാ. മനസ്സിലായി? അതിന് വാപ്പാർക്കും ഉമ്മാർക്കും ഒരു തിരിച്ചറിവുണ്ടാവണ്ടേ. ഞാൻ ചാടി പോയി പിന്നെ ദർശക്ക് പോയിട്ടില്ല. ആ തുടക്കത്തിലിട്ട് നമുക്ക് ഉണ്ടാവില്ല, ആ ചേർന്ന പിന്നൊന്നുമല്ല, ആ ചേർന്ന തുടക്കത്തില് ഉമ്മ തള്ളി, മോനെ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്, വാപ്പാനോട് പറഞ്ഞിട്ടില്ലേ അമ്മാന്റെ കുട്ടിയെ പൊയ്ക്കോളിന്നൊക്കെ പറഞ്ഞിട്ട് അതിലാണ് തുണി കുപ്പായം മാറ്റി പോയത്. അവർക്കൊക്കെ അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ജഅലനി മുബാറക്കൻ. ചിന്തിക്കണം, കുടുംബത്തിൽ ഒരു ആലിം. ആദ്യം വീട്ടിലുണ്ടാവും ഒരുപാട് ആലിമീങ്ങൾ, ആ കാലം കഴിഞ്ഞു. വീട്ടിൽ ഒരുപാട് ആലിമീങ്ങൾ എന്ന കാലം കഴിഞ്ഞു. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ കുടുംബത്തിൽ ഒരു ആലിമായി മാറി. ഇന്ന് കുടുംബത്തിൽ, അത് കഴിഞ്ഞ മഹല്ലിൽ ആലിമ്. ഇന്ന് മലപ്പുറം ജില്ലയിലടക്കം ഒരു ആലിമ പോലും ഇല്ലാത്ത മഹല്ല് എനിക്കറിയാം. മഹല്ല്, കുടുംബല്ല, മഹല്ല് എനിക്കറിയാം. അറിയപ്പെട്ട മഹല്ലുകൾ, പക്ഷെ ഒരു ആലിമ പോലും ഇല്ല. ചില ആളുകൾ നമ്മളോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഇവിടെ നിന്നിട്ട് പേരും കൂടി ഉണ്ടായിക്കോളി, കാരണം ഇവിടെ ആലിമ്യങ്ങളെ തലമുറ കഴിഞ്ഞിട്ടുണ്ട്. നിന്നോട് നേരിട്ട് പറഞ്ഞ മലപ്പുറം ജില്ലയിൽ അറിയപ്പെട്ട മഹല്ലുകൾ എനിക്കറിയാം. ഞാനൊരു ആലിമൊന്നും അല്ല, എന്നാലും ഒരു വേഷം പ്രസംഗം കേട്ടിട്ട് പറയും, നിങ്ങൾ ഇവിടെ നിന്നിട്ട് കൂടിയിരുന്നോളി, നമ്മളെല്ലാ സൗകര്യം ചെയ്തു തരാം, കാരണം ആലിമ്യങ്ങളുടെ തലമുറ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയും. കാരണം അത് അറ്റുപോയി, ജനങ്ങൾക്ക് ഇത് തലയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വജഅലനി മുബാറക്കാ. അപ്പൊ ഞാൻ ഈ മുബാറക്കൻ എന്ന ഈ വാക്ക് മാത്രമാണ് വിശദീകരിച്ചത്. 4 അർത്ഥം ഞാൻ പറഞ്ഞു. വജഅലനി മുബാറക്കാ. അല്ലാഹു തആല അതില് നുബുവത്തിന്റെ മക്കാമിൽ ഇപ്പൊ നമ്മൾ എത്തൂല, അത് സമാർജിത സ്വത്തല്ല. റിസാലത്തിന്റെ അവസ്ഥയിൽ നമ്മൾ എത്തൂല, കാരണം അധ്വാനിച്ച് കിട്ടുന്നതല്ല. ഇൽമ പഠിക്കുക, പഠിപ്പിക്കുക, ഈ രണ്ടോടത്ത് നമുക്ക് ഇരുന്നൂടെ.
ഇൽമ പഠിക്കുക, പഠിപ്പിക്കുക. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. പഠിപ്പിക്കണമെങ്കിൽ ബിരുദമുള്ള വലിയ കുപ്പായിട്ട ആലിമാണ്ട നിങ്ങൾ പൊരയില് നമ്മൾ ഇവിടുന്ന് കേട്ട് പഠിപ്പിച്ചാൽ മതി. മാലിമായിലെ ദർശന കേട്ട വിഷയങ്ങൾ അത് പൊരയിൽ വാരിക്ക് പറഞ്ഞു കൊടുത്താലും അത് പഠിപ്പിക്കലല്ലേ. സ്വഹാബാക്കളുടെ ശൈലി അങ്ങനെയല്ലോ. മദീനയിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ സുബീസ്കരിച്ചിട്ട് വരുന്ന ഭർത്താക്കന്മാരെ ഭാര്യമാരിങ്ങനെ കാത്തിരിക്കും. കാരണം എന്താ? കോളേറ്റ് വരും. എന്താ കോള്? ചീർണിയല്ല, നമ്മള് വേഗം അങ്ങോട്ടോ പോ. എന്താ കോള്? അവിടുന്ന് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഓ, എന്താണ് ആ രസം. അബൂ സൽമാൻ അള്ളാനെ എന്ന് വരുമ്പോ ഉമ്മു സൽമാ ബി കാത്തിക്കും. ഇന്നെന്തേനെ? ഇന്ന് നിങ്ങൾക്ക് നേരം വയ്യ. ഇന്ന് എന്തായിരുന്നു? അപ്പൊ ഇന്ന് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോ ഒരു ദിക്ർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞേരി മുസൽമാവിക്ക് പറഞ്ഞു കൊടുത്ത്, അല്ലാഹുമ്മ ജർലി ഫീ മുസീബത്തി വഅബ്ദിൽനി ഖൈറൻ മിൻഹാ. ഏത് പ്രതിസന്ധി വന്നാലും പ്രയാസങ്ങൾക്കിടയിൽ പെട്ടാലും ഇത് അധികരിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നിങ്ങനെയായിരുന്നു പഠിപ്പിച്ചത്. അത് വേഗാണ് മനപ്പാടാക്കി. ഉമ്മു സൽമാ ബീവി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പ്രയാസം വന്ന ഉടനെ അത് അടിക്കാനല്ല പറഞ്ഞത്. പിന്നെ വന്ന പ്രയാസേതാരങ്ങള് ഭർത്താവാണ്ട് മരിച്ചു. ഞാൻ അതിനേക്കാളും വലിയ മുസീബത്തും പ്രയാസം ഉണ്ടോ? അപ്പൊ ഉമ്മു സൽമാ ബീവി ദിക്റിന്റെ അർത്ഥം എങ്ങനെ ചിന്തിച്ചു? പടച്ചോനെ, ഈ മുസീബത്തിൽ എനിക്ക് നീ കൂലി തരണേ. വഅബ്ദിൽനി ഖൈറൻ മിൻഹാ. ഇപ്പൊ എനിക്കുണ്ടായ ഈ മുസീബത്തിൽ എന്താണോ എനിക്ക് നഷ്ടപ്പെട്ടത് അതിനേക്കാളും ഹൈറായത് എനിക്ക് നീ പകരം തരണേ എന്നല്ല അതിനർത്ഥം. ഉമ്മു സൽമാ ബി എങ്ങനെ ചിന്തിച്ചു? അതുണ്ടാവൂല. ദിക്ർ വേണമെങ്കിൽ ചെല്ല, കാരണം അതിനേക്കാളും ഹൈറായത് പകരം തരണമെങ്കിൽ അബൂ സൽമാനേക്കാൾ ഒരു നല്ല ആളെ എന്നെ കെട്ടാൻ പറ്റുന്ന അവസ്ഥയിൽ ഞാൻ മദീനത്ത് കാണണ്ടേ? അതില്ല. നല്ല സ്വഭാവമായിരുന്നു. പെണ്ണുങ്ങളോടൊക്കെ നീറ്റ് സ്വഭാവത്തിൽ പെരുമാറിക്കൊള്ളി നല്ലതാണ്. ചാടി കയറാൻ നിൽക്കണ്ട. കാരണം എന്താ അറിയോ? നാളെ ഒരാളെ എനിക്ക് വിളിച്ചിട്ട് ഒരു കുലുമാല് ചോദിച്ചു. പ്രഗത്ഭനായ ഒരു പ്രഭാഷകനാണ്. വിളിച്ചിട്ട് ചോദിച്ചു, ഒരാൾക്ക് ജീവിതത്തിൽ 2 ഭാര്യമാരുണ്ടായാൽ, അല്ല 2 ഭർത്താക്കന്മാരുണ്ടായാൽ, അങ്ങനെ ഉണ്ടാവുമല്ലോ ഇല്ലേ? ഉണ്ടാവൂല? പിന്നില്ലാതെ ഒരു പെണ്ണിന് 4ാമത്തെ നിക്കാഹ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മതിയല്ലോ, ഞങ്ങളൊന്ന് സ്വീപ്പാക്കിയതാണ്. ഒന്ന് മരിച്ചിട്ട് ഞാനൊരു സ്ഥലത്ത് നിക്കാഹിനിരുന്നു. ഇപ്പോഴല്ലേട്ടാ, നിക്കാഹിന് പോയിരിക്കണ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇരുന്ന് എന്റെ അമ്മോന് പകരമായിട്ട് ഇരുന്നതാ. അവിടുത്തെ ഖത്തീബൊന്നുമല്ല ഞാന്. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, ഈ പെണ്ണിനെ 4ാമത്തെ ഭർത്താവാണ് ഈ കെട്ടാൻ നിൽക്കണ, 4ാമത്തെ പുതിയണ്ണായിട്ട് ഇറങ്ങണമെന്ന്. എനിക്ക് വേദാറ എന്തിയെന്ന് വെച്ചു. ഈ പെണ്ണിനെ ആര് കെട്ടിയാലും കെട്ടിയവരൊക്കെ മരിക്കുകയാണെന്ന് പറഞ്ഞു. അതിൽ ഞാൻ കണ്ട് വേക്ക കിട്ട് കസേര. ഞാൻ ചോദിച്ചു, നിക്കാഹ് നടത്തിയ ആൾക്കാരുടെ അവസ്ഥ എന്താന്ന് ചോദിച്ചു. അതല്ല ചോദിക്കണല്ലോ. കെട്ടിയവരൊക്കെ മരിക്കുകയാണെങ്കിൽ മറ്റേതിന്റെ അവസ്ഥയും ചോദിക്കണല്ലോ. ഇപ്പൊ അല്ല, അത് കുഴപ്പമൊന്നുമില്ല. ആദ്യം നിക്കാഹ് നടത്തിയ ആളാണ് ആയിരിക്കണേ പറഞ്ഞു. മമ്മൂട്ടിയാക്കല്ലേ അവിടെ ഒരാളിരുന്നേന്ന്. അല്ല, അങ്ങനെ ഉണ്ടാവും. അപ്പൊ എന്നോട് ഇയാൾ ചോദിച്ച കുൽമാലിന്റെ ചോദ്യം എന്താ പറയുക? അത് നല്ല രസമുള്ള ചോദ്യം. യുക്തിവാദികളൊക്കെ എടുത്ത് ഉന്നയിക്കുന്ന ചോദ്യമുണ്ട്. ഒരു ഭാര്യക്ക് 2 ഭർത്താക്കന്മാർ ദുനിയാവിലുണ്ടായി, 3 ആളും സ്വർഗത്ത് പോയാൽ ആരെ കൂടെയാണ് സ്വർഗത്തിൽ ഉണ്ടാവുക? ആയല്ലേ ചോദ്യം. ഉടനെ ഞാൻ ഒരു ഹദീസിന്റെ കഷ്ണം പറഞ്ഞു കൊടുത്തു. അന്നഹാ തുഖയ്യർ ഫഖ്താറത് അഹ്സനഹും ഖുലുഖാ നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്റെ തലയിൽ ആ ഹദീസ് പെട്ടെന്ന് വന്നു. 2 ഭർത്താക്കന്മാരും പെണ്ണുങ്ങൾ മുമ്പിൽ ഇങ്ങോട്ട് കൊണ്ടുവരും അല്ല സ്വർഗത്തില്. എന്നിട്ട് പറയും, ഇത് 2ഉം എൻ്റെ അല്ലേ? ആരെയാണ് ഇപ്പൊ ആണ്ടുകൊണ്ടോണ്? അഞ്ച് ശ്രദ്ധിച്ചോളിട്ടാ. അവിടെയൊക്കെ ഫഖ്താറത്, ഇവള് തെരഞ്ഞെടുക്കും. അഹ്സനഹും ഖുലുഖാ, ദുനിയാവിൽ വിളയേറ്റ് നീറ്റ് സ്വഭാവത്തിൽ പെരുമാറിയത് ആരാണോ അയാളോട് പറയും, നിങ്ങൾ കണ്ടു പോരുന്ന വരും. മറ്റവൻക്കോ അങ്ങനെയൊക്കെ. അപ്പൊ എപ്പോഴാണ് തട്ടിപ്പോന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഭാര്യമാരേറ്റ് പെരുമാറുമ്പോ നല്ല സ്വഭാവത്തിൽ പെരുമാറിയാൽ അവിടെ അവരെ കൂടെ നിൽക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല സ്വഭാവം, വീട്ടിൽ നല്ല സ്വഭാവമായിരിക്കണം. ഇനി നല്ല സ്വഭാവം പറ്റില്ലെങ്കിൽ മിണ്ടായിരുന്നോളി, മിണ്ടായിരുന്നാ പോരെ. ഞാനൊക്കെ നമ്മൾ ഈ തിരക്കിനിടയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മനസ്സിങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ, ഒരു തിരക്ക് കൂടിയാൽ ദേഷ്യം കൂടും. അപ്പൊ നമ്മളൊക്കെ ചെയ്യാൻ എന്താ വെച്ചാല് ഒന്നും മിണ്ടാതിരിക്കും. അല്ലെ പിന്നെ ആ ഏരിയക്ക് പോവില്ല. കുഴപ്പമില്ലല്ലോ. പെരുമാറുമ്പോ നല്ല സ്വഭാവത്തിൽ പെരുമാറി. ഇങ്ങനെ ഇട്ടിട്ട് കീഴ്പ്പെടുത്തി ഭരിക്കരുത്. അതിന് പാവല്ലേ.
പ്രസവിക്കണ്, നൊമ്പരപ്പെടണ്, പേറണ്, ഗർഭം ധരിക്കണ്, പാല് കൊടുക്കണ്, അടുക്കളപ്പണി, അത് ഇത്, പുക, ചൂട്, ഇതൊക്കെ അല്ലേ എപ്പോഴും. അതിനിടെ നമ്മളിങ്ങോട്ട് കയറുമ്പോ നമ്മളെ ഭാഗത്തുനിന്ന് വേറെയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വജഅലനി മുബാറക്കൻ, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കാരാജിന് അബ്ബാസാജിന് വകന്ന് ചീർണിണ്ട്. കാരണം അവരായിട്ട് വളരെ ബന്ധമുള്ള മറിയാത്ത എന്ന് പറയും, 2 ദിവസം മുമ്പ് മരിച്ചുപോയി. നമ്മുടെ മഹലിൽ തന്നെയാണ്. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ് കുടുംബസമേതം. അപ്പൊ അവരായിട്ട് വലിയൊരു ബന്ധമാണ്. ആ നിലക്ക് അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ചീർണി നൽകിയിട്ടുണ്ട്. അതുപോലെ അവരെ മാതാപിതാക്കളൊക്കെ ഖബറിലാണ്. 2 പേരും കൂടി കൂടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ ഖബർ അള്ളാഹു വിശാലായി കൊടുക്കട്ടെ. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം നൽകട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തേക്ക് അള്ളാഹു താല വിശാലായി കൊടുക്കട്ടെ. ഖബറിൽ അള്ളാഹു സന്തോഷവും സുഗന്ധവും സ്വർഗീയ സൗരഭ്യവും പരത്തട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പുറത്തു നൽകണേ അല്ലാഹ്. ചെറുപ്പത്തിൽ അവർ ഉറക്കൊഴിച്ച് വളർത്തിയത് കൊണ്ടാണ് ഞങ്ങൾ ആയുസ്സിൽ പിടിച്ചു കയറിയത്. അവർ പട്ടിണി കിടന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയത്. അവർ ഉറക്കൊഴിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് പാല് നൽകിയത്. അവർ പടിപടിയായി കൈ പിടിച്ചത് കൊണ്ടാണ് ഞങ്ങൾ വളർന്നു വന്നത്. അവരെ നീ ഖബറിൽ വെച്ച് ശിക്ഷിക്കല്ല അല്ലാഹ്. മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സദസ്സിലുള്ള മുത്തഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, കച്ചവടക്കാർ, തങ്ങന്മാർ, കടലിലും കരയിലും അധ്വാനിക്കാൻ ഇറങ്ങുന്നവർ, ആരെയും നീ നിരാശപ്പെടുത്തല്ല അല്ലാഹ്. പ്രയാസത്തിലാക്കല്ല അല്ലാഹ്. പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിബന്ധങ്ങളിൽ നിന്ന്, പ്രകോപനങ്ങളിൽ നിന്ന്, പ്രതിഷേധങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.